സിസ്റ്റർ, സിസ്റ്റർ, നിങ്ങളെ ഞാൻ പല പ്രാവശ്യം വാൺ ചെയ്തിട്ടുള്ളതാണ്. നോ എക്സ്ക്യൂസ്. എനിക്കൊന്നും കേൾക്കണ്ട. ഞാൻ നിങ്ങളുടെ പേരിൽ നടപടിയെടുക്കാൻ പോവുകയാണ്. ഡോക്ടർ, നിങ്ങളുടെ കരച്ചിലൊന്നും എനിക്ക് കാണണ്ട. രാത്രി മുഴുവൻ സിനിമയും നാടകമൊന്നും പറഞ്ഞ് നടക്കും. എന്നിട്ട് ഡ്യൂട്ടി സമയത്തോടെ വന്നിരുന്ന് ഉറങ്ങുകയും ചെയ്യും. ഇല്ല ഡോക്ടർ, ഞാൻ വീട്ടിലാണ് പോയത്. ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന നിങ്ങൾ എന്തിനായിരുന്നു വീട്ടിലേക്ക് പോകുന്നത്? അവിടെ ഭർത്താവും കുട്ടികളുമുണ്ടോ? ഭർത്താവില്ല, എനിക്കൊരു കുട്ടിയുണ്ട് ഡോക്ടർ. നിങ്ങൾ അൺമാരീഡ് അല്ലേ? നിങ്ങൾ മിസ് ശാന്തയല്ലേ? എല്ലാവരുടെയും മുമ്പിൽ ഞാൻ മിസ് ശാന്തയാണ് ഡോക്ടർ. പിന്നെ മിസ് ശാന്തയ്ക്ക് കുട്ടിയുണ്ടെന്ന് പറഞ്ഞത്? ഞാൻ എല്ലാം പറയാം ഡോക്ടർ. അച്ഛനും അമ്മയും ഇല്ലാത്ത എന്നെ വളർത്തിയത് എന്റെ കൊച്ചമ്മയാണ്. ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നെ ഒരാൾ സ്നേഹിച്ചു. ഞാൻ അദ്ദേഹത്തെയും ഞാൻ ഗർഭിണിയായി. അദ്ദേഹത്തിന്റെ വീട്ടുകാരുടെ എതിർപ്പോടു കൂടിയാണെങ്കിലും ഞങ്ങളുടെ വിവാഹം നിശ്ചയിച്ചു. വിവാഹ സാരി വാങ്ങാൻ പോയ അദ്ദേഹം തിരിച്ചു വന്നില്ല. അപകടത്തിൽപ്പെട്ട് മരിച്ചു. ആ മന്ത്രകോടി അദ്ദേഹത്തിന്റെ ശവശരീരത്തിൽ തന്നെ ഇടേണ്ടി വന്നു ഡോക്ടർ. പിന്നെ ഞാൻ അനുഭവിക്കാത്ത ദുഃഖങ്ങളില്ല. ഞാൻ രഹസ്യമായി പ്രസവിച്ചു. എന്റെ കുഞ്ഞിനു വേണ്ടിയാണ് ഞാൻ ജീവിക്കാൻ തന്നെ തീരുമാനിച്ചത്. അനാഥ മന്ദിരത്തിൽ നിന്ന് കിട്ടിയ കുഞ്ഞിനെ പോലെ ഞങ്ങൾ അവനെ വളർത്തുന്ന ഡോക്ടർ. എന്റെ മോന് പോലും അറിയില്ല ഡോക്ടർ ഈ ഭാഗ്യം കിട്ടവൾ അവന്റെ അമ്മയാണെന്ന്. എന്റെ പൊന്നുമോൻ കുറെ ദിവസങ്ങളെ രോഗം പിടിപെട്ട് അവശ നിലയിലാണ്. ഡ്യൂട്ടി കഴിഞ്ഞു പോയാൽ ഊണും ഉറക്കവും ഇല്ലാതെ എന്റെ മടിയിൽ വെച്ച് അവനെ ചികിത്സിക്കുകയാണ്. ഞാൻ സമാധാനമായി ഉറങ്ങിയിട്ട് എത്രയോ ദിവസങ്ങളായി ഡോക്ടർ. ഈ നിലയിൽ എന്റെ ജോലി കൂടി പോയാൽ സോറി, ഐ എം വെരി സോറി. എനിക്കൊരപേക്ഷ കൂടിയുണ്ട്. ഈ രഹസ്യം മറ്റാരും അറിയരുത് ഡോക്ടർ. ഇല്ല ശാന്ത, ഞാനിത് രഹസ്യമായി തന്നെ സൂക്ഷിക്കും. ശാന്ത സമാധാനമായിരിക്കും. ബൈ ദ ബൈ, ഏത് ഡോക്ടറാണ് കുട്ടിയെ ചികിത്സിക്കുന്നത്? എനിക്കറിയാവുന്നതുപോലെ ഞാൻ തന്നെ ചികിത്സിക്കുന്നത്. അത് പാടില്ല. കുട്ടികളെ ചികിത്സിക്കുന്ന കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ശാന്തയ്ക്ക് ഇപ്പൊ ഡ്യൂട്ടി കഴിയാറായില്ലേ? ഞാൻ കൂടെ വീട്ടിലേക്ക് വരാം. കുട്ടിയെ ഞാൻ ചികിത്സിക്കാം. വരും.